ഗീതു മോഹൻദാസ് യാഷ് ചിത്രത്തിൻ്റെ യാഷിൻ്റെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു. അതിനെപ്പറ്റി വ്യാപകമായിട്ടുള്ള വിമർശനവും അല്ലാത്തതുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഗീതു മോഹൻദാസിന് ഈ നിമിഷം വരെ 100-ൽ 100 മാർക്കാണ്. അത് ഇട്ടതിന് ശേഷമുള്ളൂ ഞാൻ സംസാരിക്കത്തുള്ളൂ അവരെപ്പറ്റി. എനിക്ക് 2 ചോദ്യങ്ങളാണ് ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്. ഒന്ന്, ഈ ടോക്സിക് പോലുള്ളൊരു സിനിമ എന്തുകൊണ്ട് മലയാളത്തിൽ സംഭവിക്കുന്നില്ല? ഇവിടെ ഉണ്ടല്ലോ സ്റ്റാറുകൾ. രണ്ടാമത്തെ ചോദ്യം, യാഷ് പോലെയുള്ള ഒരാളുടെ ഡേറ്റ് ഗീതു മോഹൻദാസിന് കിട്ടി, എന്തുകൊണ്ട് അവർക്ക് കേരളത്തിൽ അങ്ങനെ ഒരാളുടെ ഡേറ്റ് കിട്ടുന്നില്ല? ഈ 2 ചോദ്യത്തിനും അവർ വിമർശിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പൊതുസമൂഹം, ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ ഇതിനുത്തരം പറഞ്ഞിട്ട് വേണം അവരെ വിമർശിക്കാൻ പോകാനായിട്ട്. അവരെ വിമർശിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം ഈ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നിൽക്കുവാണ്. പിന്നെ ഗീതു മോഹൻദാസ് ഇപ്പോൾ എത്തിയിരിക്കുന്ന പൊസിഷൻ എല്ലാവർക്കും അറിയാമല്ലോ. അത്ര വേറെ ഏത് സ്ത്രീയെ പറയാനുണ്ട് അങ്ങനെ ഇങ്ങനെ ഈ ഒരു സ്ഥാനം, ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്ന? അവരോട് തുലനം ചെയ്യാനായിട്ട് എത്ര സ്ത്രീ ഡയറക്ടർമാരുണ്ട്? എന്തുകൊണ്ട് ഇല്ലാണ്ട് പോയി? എന്തുകൊണ്ട് ആ സ്ത്രീ ഇവിടം വരെ എത്തി? ഇതൊക്കെ ആലോചിക്കണ്ടേ അവരെക്കെതിരെ ചുമ്മാ ഓരോന്ന് പറയുന്നതിന് മുമ്പ്? അതുകൊണ്ട് ഞാൻ 100-ൽ 100 മാർക്കാണ് ഈ നിമിഷം വരെ ഗീതു മോഹൻദാസിന് ഇട്ടിരിക്കുന്നത്. എനിക്ക് ഇന്നലെ ഇറങ്ങിയ യാഷിൻ്റെ ക്യാരക്ടർ ഇൻട്രോ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ അതിൽ ഒരു മോശവും കാണുന്നില്ല. ഇതെൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം പിന്നെ പടം ഇറങ്ങിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ എല്ലാ സിനിമകളും ഇറങ്ങിയിട്ട് ഇവിടെ ബാക്കിയുള്ള ആൾക്കാർ സിനിമ ചെയ്ത് വമ്പൻ പ്രകടനമാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം. ഈ നിമിഷം വരെ ഗീതു മോഹൻദാസിന് 100-ൽ 100 മാർക്ക്. ഈ വിമർശനങ്ങൾക്കൊന്നും യാതൊരു കഴമ്പുമില്ല. ഒരു തരത്തിലും വിഷയവിവരം ഇല്ലാത്ത ആളുകളാണ് വെറുതെ ഇങ്ങനെ ഓരോന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്കെതിരെ അവരുടെ സിനിമകൾക്കെതിരെ. പിന്നെ WCCയുടെ നിലപാടിനെക്കുറിച്ച് പറയുകയാണെങ്കിലും, WCC അന്നെടുത്ത നിലപാടും ഇപ്പോൾ ഗീതു മോഹൻദാസിൻ്റെ ഈ സിനിമ ചെയ്ത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിൽ ഞാൻ നോക്കിയിട്ട് അവരുടെ അന്നത്തെ നിലപാടുകളൊക്കെ എനിക്കറിയാം. ആ നിലപാട് തന്നെയാണ് അവർ ഇന്നും കീപ്പ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് ഒരു തരത്തിലും വിരുദ്ധമായിട്ടൊന്നും അല്ല ഈ സിനിമ ഇപ്പോൾ അവർ ചെയ്യുന്നത്. എനിക്കൊന്നും കണ്ടെത്താനായിട്ടില്ല. ഈ വിഷയവിവരം അറിയത്തില്ലാത്ത ആളുകൾ വെറുതെ ഓരോന്ന് പടച്ചു വിടുന്നതാണ്. താങ്ക് യു.